ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 4. വൃന്ദാവന ഗമനം വത്സാസുരമോക്ഷം. അതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. സനന്ദൻ വൃന്ദാവനത്തിൻ്റെ മഹത്വം മഹിമകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഗോപീ ഗോപന്മാർക്ക്. അങ്ങനെ ഗോപീ ഗോപന്മാരെ സനന്ദൻ്റെ വാക്കുകൾ കേട്ട് ആ ഗോപന്മാർ വൃന്ദാവനത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. യശോദാദേവി, രോഹിണി മാതാവ് എന്നിവരോടും എല്ലാ ഗോപീ ഗോപന്മാരോടും കൂടി കുതിരകളെയും രഥങ്ങളെയും അവർ സജ്ജമാക്കി നിർത്തി. രാമകൃഷ്ണന്മാരോടുകൂടി നന്ദഗോപരും രഥത്തിലേറി. അനേകം വണ്ടികളിലായി ആ ബാലവൃന്ദം ഗോപഗോപികമാരും വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. വൃഷഭാനു പുത്രിയായ രാധാദേവിയെ മടിയിലിരുത്തി പത്നിയോടുകൂടി ആനപ്പുറത്ത് പുറപ്പെട്ടു. എല്ലാവരും വൃന്ദാവനത്തിലെത്തിയിട്ട് വെവ്വേറെ കുടിലുകൾ കെട്ടിയുണ്ടാക്കി താമസം തുടങ്ങി. വൃഷഭാനു സ്വന്തം ആവശ്യത്തിനായി 4 യോജന വിസ്താരത്തിൽ ഒരു നഗരമുണ്ടാക്കി. ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദനഗരത്തിലും വൃഷഭാനുപുരത്തിലും ബാലകന്മാരോടൊപ്പം കേളിയാടിക്കൊണ്ട് ആനന്ദിച്ച് സഞ്ചരിച്ചു. കുറച്ചു ദിവസം കൊണ്ട് രാമകൃഷ്ണന്മാർ പശുക്കളെ മേയ്ക്കാൻ തുടങ്ങി. മഞ്ഞ പട്ട് ധരിച്ചുകൊണ്ട് കൃഷ്ണനും നീല പട്ട് ധരിച്ചുകൊണ്ട് ബലരാമനും ഓടക്കുഴലും വിളിച്ചുകൊണ്ട് മറ്റു കുട്ടികളുടെ കൂടെ ഓടിക്കളിച്ചു. ഒരു ദിവസം പശുക്കുട്ടികളുടെ രൂപത്തിൽ കംസനാൽ പ്രേരിതനായ വത്സാസുരൻ ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്നു ചേർന്നിട്ട് പിൻകാലുകൊണ്ട് ശ്രീകൃഷ്ണനെ പ്രഹരിച്ചു. ഗോപബാലന്മാർ പേടിച്ചോടി. ഭഗവാനാകട്ടെ ആ അസുരനെ 2 കാലുകളിൽ പിടിച്ചു പൊക്കിയെടുത്ത് ഒരു കവിത്ത വൃക്ഷത്തിൽ അടിച്ചു കൊന്നു. കൂട്ടത്തിൽ ആ വൃക്ഷവും അതു വീണ് മറ്റു വൃക്ഷങ്ങളും നിലംപതിച്ചു. ഗോപബാലന്മാർ കൃഷ്ണനെ ആനന്ദിച്ചു. ആകാശത്ത് നിന്ന് ദേവന്മാരും ജയാരവം മുഴക്കി പൂക്കൾ പൊഴിച്ചു. വത്സാസുരൻ്റെ പൂർവചരിത്രമാണ് ഇനി പറയുന്നത്. മുരാസുരൻ്റെ പുത്രനായ പ്രമീളൻ ഒരിക്കൽ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ മുനിയുടെ ഹോമധേനുവായ നന്ദിനി പശുവിനെ കാണാനിടയായി. അതിനെ കൈക്കലാക്കുവാനായി അസുരൻ ബ്രാഹ്മണ വേഷത്തിൽ ചെന്ന് മഹർഷിയോട് അതിനെ യാചിച്ചു. മഹർഷിക്ക് തൻ്റെ ദിവ്യദൃഷ്ടിയാൽ എല്ലാം മനസ്സിലായി. അതുകൊണ്ട് തന്നെ മഹർഷി മൗനം പാലിച്ചു. എന്നാൽ എല്ലാം മനസ്സിലാക്കാനുള്ള അറിവും കഴിവും ഹോമധേനുവായ നന്ദിനി പശുവിനും ഉണ്ടായിരുന്നു. അസുരൻ വേഷം മാറി വന്നതാണെന്ന് മനസ്സിലാക്കിയ നന്ദിനി പശു അപ്പം തന്നെ ആ അസുരനെ ശപിച്ചു. ആ അസുരനും ഒരു പശുക്കുട്ടിയായി പോകട്ടെ എന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ അസുരൻ ഒരു പശുക്കുട്ടിയായി മാറിപ്പോയി. തന്നെ രക്ഷിക്കണമേ എന്ന് ആ രാക്ഷസനായ പ്രമീളൻ കരഞ്ഞ് പറഞ്ഞെങ്കിലും ഒടുവിൽ നന്ദിനി പശു ശാപമോക്ഷം കൊടുക്കുകയായിരുന്നു. ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ പശുക്കുട്ടികളെ മേച്ചു വരുമ്പോൾ ആ ശ്രീകൃഷ്ണനാൽ ഈ അസുരന് മോക്ഷം ലഭിക്കുമെന്ന് അനുഗ്രഹിച്ചു. ആ ശാപവും ആ ശാപമോക്ഷവും കാരണം ആ അസുരന് മുക്തി ലഭിച്ചു. ഹരേ കൃഷ്ണ.